ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NF ഗെയിമിംഗ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ഐസ്ക്രീം 6 ആണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കട്ട് സീനാണ് വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ കട്ട് സീനിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലമുണ്ട് ഗൈസ്, ക്യാൻഡിയാണ് അവിടെ രാവിലെയും രാത്രിയും എല്ലാം ഉണ്ടാക്കുന്നത്. അവിടെയാണ് ഈ ട്യൂബ്സ് എല്ലാം പോയിരിക്കുന്നത്. അപ്പോൾ മൈക്ക് പറയാണ് ഗൈസ്, ചെറിയ രീതിയിൽ റൊമാൻറ്റിക് അപ്രോച്ച് പോലെ ഇങ്ങനെ പറയാണ് അവിടെ ആയിരിക്കും ഗൈസ് ലിസ് ഉള്ളതെന്ന്. അപ്പം നമ്മുടെ ജയ പറയാണ് അവിടെ ചിലപ്പം നമ്മുടെ ചാർലിയും കാണുമെന്ന്. അപ്പം തന്നെ മൈക്കിന് ചാർലിയോട് അത്ര താല്പര്യമില്ല ഗൈസ്. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു TV പെട്ടോണായത്. ആ TVയിൽ നമ്മുടെ ചാർലി ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. ചാർലി ഇങ്ങനെ പറയാണ് നമ്മളെ രക്ഷിക്കാൻ കൂട്ടുകാരൊന്നും വന്നില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് ചാർലി അവിടെ നിൽക്കുകയാണ്. അവിടെയും ഫുഡിനെ പറ്റി ഒരു ഇതുമില്ല ഗൈസ്. അവിടെയും ചാർലി പറയാണ് ഫുഡ് തിന്നാന്ന്. പുതിയ റോബോട്ട് ഗൈസ്, പേര് മാറ്റി എന്നാണ്. ഓക്കെ, ഇതൊരു ടെസ്റ്റർ ആണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഓക്കെ, അതെന്തായാലും നല്ലൊരു ഇതാണ് ഗൈസ്. പുതിയൊരു ഉള്ള കുരിശൊന്നും പോരാത്തതുകൊണ്ട് ഒരു പുതിയൊരു കുരിശിനെ കൂടെ നമ്മുടെ ഐസ്ക്രീം മാൻ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് നേരെ രക്ഷപ്പെടാം. എല്ലാവരും വീഡിയോയിലിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ സൈഡിൽ ഒരു വെൻ്റ് ഉണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തൂടെ പയ്യെ അങ്ങ് ഇറങ്ങി പോവുകയാണ്. നമുക്ക് ഇതിൽ കുറച്ച് പരിപാടിയുണ്ട്, കുറച്ചധികം പരിപാടിയുണ്ട് ഇതിൽ. നമുക്ക് കഴിഞ്ഞ മൈക്കിനെ രക്ഷപ്പെടുത്തിയ പോലെ തന്നെ ഈ ഇതിൻ്റെ അകത്തും നമുക്ക് ജയായിട്ടും കളിക്കണം. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്യാം ഗൈസ്. നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ്. ഇവിടെ പിന്നെ മൊത്തം നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിനി റോഡ്സാണ് മൊത്തം ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ നമുക്കത് പണി കിട്ടും ഗൈസ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇതെന്താണ് ഇങ്ങോട്ട്, നമുക്ക് ആദ്യം തന്നെ ഇവിടെ റോഡിൻ്റെ ഒരു ഹെഡ് ഉണ്ട് ഗൈസ്. നമ്മൾ കുറച്ച് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പം അവിടെ ഒരു മെഷീനാണ് ഗൈസ്. അത് ഒരു 10 ഐസ്ക്രീം അവർ പറയണ പോലെ കറക്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ റോഡിൻ്റെ ഹെഡ് കിട്ടും. അതിട്ടാൽ പിന്നെ അത് നമ്മുടെ തലയിലോട്ട് എടുത്ത് വെച്ചാൽ റോഡിൻ്റെ മാസ്ക് കിട്ടും ഗൈസ്. അതിട്ട് നമ്മുടെ തലയിലോട്ട് വെച്ചാൽ പിന്നെ ആരും നമ്മളെ അറിയൂല. ഇവർ തുപ്പും ഗൈസ്, മാറ്റി നമ്മളെ തുപ്പും, നമ്മളെ ഡാഷ് എറിയും. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊന്നും സൂക്ഷിക്കണം ഗൈസ്. ഐസ്ക്രീമിന് മാത്രമാണ് ഇങ്ങനത്തെ കഴിവൊന്നും ഇല്ലാത്ത, ബാക്കി എല്ലാവർക്കും ഓരോ കഴിവുണ്ട് ഗൈസ്. മിനി റോഡ്സ് നമ്മളെ ഷോക്ക് അടുപ്പിച്ച് തറയിടും, സൗണ്ട് ഉണ്ടാക്കും, ഐസ്ക്രീം എന്നെ വിളിച്ച് വരുത്തും, അങ്ങനെ നമ്മളെ കാണും, നമ്മളെ പിടിക്കും, കൊല്ലും. ഓക്കെ, ഇതിൻ്റെ അകത്താണ് ഗൈസ് ആ ഒരു പരിപാടി ഉള്ളത്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ല ഗൈസ്. ഇതിൻ്റെ അകത്താണ് ആ ഐസ്ക്രീം ഉണ്ടാക്കുന്ന മെഷീൻ ഉള്ളത് ഗൈസ്. നമുക്കതൊന്ന് ഉണ്ടാക്കണം. അതെല്ലാം നമുക്ക് ക്ലോസ് ചെയ്യെങ്കിൽ ആരും വരില്ലായിരിക്കും. അതങ്ങ് പോട്ടെ. ഓക്കെ, കണ്ടോ ഗൈസ്, ഈ മാസ്ക് ഇട്ടാൽ നമുക്ക് പിന്നെ ഇത് ശരിക്കും ഒരു മിനി റോഡിൻ്റെ തലയാണ്. പക്ഷേ ഈ ഐസ്ക്രീം മാൻ്റെ ഹെഡിൻ്റെ അത്ര ഉള്ളു, ഐസ്ക്രീം മാൻ്റെ തലയുടെ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഗെയിം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. സൈഡിൽ കണ്ടോ ഗൈസ്, ഒരു സൈഡിൽ 5, അതായത് ഒരു സൈഡിൽ 5, അപ്പുറത്തെ സൈഡിൽ 5. ഇത് കണ്ടല്ലോ, അവിടെ ലൈറ്റ് എത്തുന്നു നമ്മൾ ഓരോ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ 10 ഐസ്ക്രീം ഉണ്ടാക്കുമ്പോഴാണ് ആ മെഷീൻ്റെ അകത്തുനിന്ന് നമുക്ക് ആ ഐസ്ക്രീം മാൻ്റെ ഹെഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ ഇത്തിരി സ്പീഡാക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഇത് ഞാൻ ഇത്തിരി നല്ല സ്പീഡാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പം നമുക്ക് ഈ ഐസ്ക്രീം കിട്ടില്ല ഗൈസ്. അതിന് മുമ്പ് ഒരു മിനി റോഡ് വന്ന് നമ്മളെ പണിയും. ഓക്കെ, അതുകൊണ്ടാണ് ഗൈസ് ഇത് നമുക്ക് ഫുൾ എടുക്കാൻ പറ്റത്തില്ല, പിന്നോട്ട് നമുക്ക് വരത്തില്ല. ഇപ്പോൾ ഒരു മിനി റോഡ് സൈഡിൽ കൂടെ വരും. അലാറം അടിച്ചിട്ടുണ്ട്. നമുക്കിവിടെ നോടാം ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ ഇത് പാൻട്രിയാണ് ഗൈസ്. നമുക്ക് പാൻട്രിയിലോട്ട് പോവാം. പാൻട്രി എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഫ്രീസർ സെറ്റപ്പാണ് ഗൈസ്. ഫ്രീസറാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ഒരു സാധനം കണ്ടുപിടിക്കണം ഗൈസ്. അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഓക്കെ, നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്, മെഡാലിയൻ. ഈ സീൻ്റെ ലെഫ്റ്റ് പാർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് റൈറ്റ് പാർട്ടും കൂടെ വേണം. അതും കൂടെ കിട്ടിയാലേ നമുക്ക് ഒരു റൂമുണ്ട് ഗൈസ്, അത് തുറക്കാനാണ് നമുക്ക് ഈ മെഡാലിയൻ്റെ ആവശ്യം. ഓക്കെ, അയ്യോ അങ്ങനെ ഒരു പാവല്ലേ.
ഓക്കെ, മാമ അങ്ങ് ഷോക്ക് അടിച്ച് വീണ്ടുണ്ട്. കൊച്ചുണ്ട ഷോക്ക് അടിച്ച് അവിടെ കിടപ്പുണ്ട്. നമ്മുടെ മെഡാലിയൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ മെഡാലിയൻ കിട്ടിയിട്ടുണ്ട് ഗീസ്. ഇവിടെ 2 റൂമുണ്ട് ഗീസ്. ഈ റൂം നമുക്ക് തുറക്കാൻ പറ്റത്തില്ല. അതിന് നമുക്ക് നമ്മുടെ ജെയുടെ ആവശ്യം വേണം ഗീസ്. ഇവിടെ എന്താണ്? ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു കോൾഡ് റൂമാണ്. ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കിച്ചൺ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് റൂമിന് പേരൊന്നുമില്ല. ഇതിൻ്റെ അകത്താണ് ഗീസ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അമ്മേ ഗീസ്, നമുക്ക് 2 കാര്യത്തിന് ജെയുടെ ആവശ്യമാണ് ഗീസ്. ആ റൂമിൻ്റെ അകത്തൊരു ലോക്കറുണ്ട്, അത് തുറക്കാനും നമുക്ക് ജെയുടെ ആവശ്യമുണ്ട്. പിന്നെ അവിടെ കറണ്ട് ഇല്ല ഗീസ്. നമ്മളെ ഇപ്പോൾ വരുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ റൂമിൽ കറണ്ട് ഇല്ലല്ലോ, അതിനും നമുക്ക് ജെയുടെ ആവശ്യമുണ്ട്. നമ്മളെ ഇത് ഫ്രിഡ്ജിൻ്റെ അകത്താണ് ഗീസ് പൂട്ടിയിട്ടിരുന്നത്. മുമ്പും ഇങ്ങനെയായിരുന്നു. നമ്മുടെ ഐസ്ക്രീം 1, 2, 3 നമ്മൾ ഇങ്ങനെയാണ് പൂട്ടിയിടുന്നത്. ഇതെന്താണ് ഇവിടെ? പക്ഷെ അവിടെ ഒരു കൈയുണ്ട് ഗീസ്, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ഗീസ്, നമ്മൾ തുറന്നിട്ടുണ്ട്. എന്താണ്? ചുമ്മാ നോക്കാം, അത്ര തന്നെ. നമുക്കിടന്ന് പോവാം ഗീസ്. ഗീസ്, ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. എന്താണത്? ഇവിടെ എന്തെങ്കിലും ചെയ്യണോ ഗീസ്? നമുക്ക് ഡോറ് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താണത്? എന്താണ് അങ്ങനെ ഒരു കളി? ഗെയിം ബഗ്ഗായെന്ന് തോന്നുന്നു ഗീസ്. ഇവിടെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? എന്താണ്? ഓക്കെ, ഈ ബോക്സ് നമ്മളെടുത്ത് മാറ്റണം. അപ്പം ഇവിടെ ഒരു വഴി വന്നു ഗീസ്. നമുക്ക് ഇതുവഴിയാണ് പുറത്തിറങ്ങേണ്ടത്. അത് നല്ലൊരിതാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ഗെയിം കളിക്കാം ഗീസ്. എന്നാലേ നമുക്ക് ഐസ്ക്രീമിൻ്റെ ഹെഡ് എടുക്കാൻ പറ്റുള്ളൂ. അതുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഗെയിം വേറെ കുറേ സ്മൂത്താണ്. ഇത് ഇങ്ങോട്ട് വെച്ചോ. ഇത് ഞാൻ ഇത്തിരി സ്പീഡാക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി സ്പീഡെന്ന് പറഞ്ഞിട്ട് ഇത്തിരി അധികമായെന്ന് തോന്നുന്നു ഗീസ്. ഓക്കെ, നമുക്ക് ഫൈനലി നമ്മുടെ മാസ്ക് കിട്ടിയിട്ടുണ്ട്. എവിടെയാണ് മാസ്ക്? നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി വിളിക്കാൻ പറ്റുമോ? ഇത് നമ്മുടെ മാസ്ക്. ഇതാണ് ഗീസ് നമ്മുടെ മിനി റോഡിൻ്റെ കോസ്റ്റ്യൂം. വേറെ തല മാത്രമേ ഉള്ളൂ, എന്നിട്ടാണ് കോസ്റ്റ്യൂമാണ് പോലും. ഓക്കെ, ഇവിടെ ആർക്കെങ്കിലും നമുക്ക് കാണാം. ഡേയ് ഹലോ കൊച്ചുണ്ടപ്പി. ഹായ്, ഞാൻ റോഡാണ് കേട്ടോ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ആർക്കും സംശയമില്ല ഗീസ്. റോഡിന് മാത്രമാണെന്ന് തോന്നുന്നു ഗീസ് നമ്മൾ അറിയാൻ പറ്റുന്നത്. ആൻറ്റിക്കും കുഴപ്പമൊന്നുമില്ല ഗീസ്. ഇവിടെയാണ് ഗീസ് നമുക്ക് പോകേണ്ടത്. ഇത് തുറക്കാൻ ഇവരൊരു കീ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതെന്താണ്? പീസ് ഓഫ് ന്യൂസ് പേപ്പറാണ് ഗീസ്. ഇതെന്തിൻ്റെ ന്യൂസ് പേപ്പറാണ്? അതെടുക്കാൻ പറ്റുമോ? നീല മാറ്റി ആൻറ്റി നമുക്ക് അതല്ലേ ഈ കീ നമുക്ക് എടുക്കാൻ പറ്റുമോ? അതാണ് നമ്മളെന്തിനും ഇത്ര കഷ്ടപ്പെടുന്നത്. ആ കീ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നെങ്കിലോ നല്ല സുഖമായിരുന്നെങ്കിൽ. ജസ്റ്റ് ആ കീ എടുക്കുക, പോവുക, രക്ഷപ്പെടുക. അല്ലെങ്കിൽ എന്താ റിയൽ ലൈഫിലായിരുന്നെങ്കിൽ ഇതൊക്കെ. ഓക്കെ, ഇവിടെ നമ്മൾ മാസ്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ മെഡാലിയൻ നമ്മൾ എവിടെയോ കൊണ്ട് കളഞ്ഞു. എവിടെയായിരുന്നു അത്? ഇവിടുത്തെ റൂമിൻ്റെ അകത്തായിരുന്നു നമ്മൾ ഐസ്ക്രീം വന്ന് പിടിച്ചത് ഗീസ്. നമുക്ക് ഈ മെഡാലിയൻ എടുത്തിട്ട് കൊണ്ട് ഫിക്സ് ചെയ്യാം ഗീസ്. ഇവിടെ ആരും ഇല്ലല്ലോ. ആദ്യത്തെ റൂമിലാണ് ഗീസ് നമുക്ക് ഈ മെഡാലിയൻ ഫിക്സ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് இந்த പക്കം. അടുത്ത് നമുക്ക് മറ്റൊരു മെഡാലിയൻ കൂടെ ഉണ്ട്, അതും കൂടെ കണ്ടുപിടിക്കാം. ഓക്കെ, പിന്നെ നമുക്കിവിടെ നമ്മുടെ ഫേസ് ഒന്ന് ഇവിടെ റെക്കഗ്നൈസ് ചെയ്യാനുണ്ട്. അതായത് ഐസ്ക്രീമിൻ്റെ ഫേസ് വെച്ചിട്ടാണ് ഇവിടെ പാസ്വേഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അങ്ങേരെ മാസ്ക് ഉണ്ടല്ലോ ഗൈസ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ അകത്തുണ്ടോ? നമുക്ക് 3-4 സാധനം നശിപ്പിക്കണം ഗൈസ്. നമ്മുടെ എഗ്ഗ്, മിൽക്ക്, പിന്നെ എന്തായിരുന്നു, ഷുഗർ. ഈ 3 സാധനം നമ്മൾ നശിപ്പിക്കണം. അപ്പം അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഗൈസ്. ഇവിടെ നിന്ന് ആരും വരുന്നില്ല. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പോൾ ഷോക്സ് കിട്ടിയിട്ടുണ്ട്, സ്വെറ്റി സോക്സ്. ഇത് നമ്മളിവിടെ നമ്മുടെ മിൽക്കിൻ്റെ അകത്ത് കൊണ്ടിടുകയാണ് ഈ ടാങ്ക് ഓഫ് മിൽക്ക്. ഇട്ടത് അതിൻ്റെ കളറൊക്കെ മാറി പച്ച കളറായി.
പച്ച കളർ മിൽക്ക്. നല്ല ടേസ്റ്റ് ആയിരിക്കും മിൽക്കിന്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് അടുത്തൊരു സംഭവം കിട്ടുന്നവരെ നമുക്ക് വീഡിയോ കട്ട് ചെയ്യാം ഗൈസ്. ഗൈസ് നമുക്കിവിടെ നിന്ന് അടുത്തൊരു മെഡാലിയും കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ അങ്ങോട്ട് ഫിക്സ് ചെയ്യാം ഗൈസ്. ഗൈസ് റോഡിനും ഓക്കെ ഗൈസ്, റോഡിനൊന്നും നമ്മളെ കാണാൻ പറ്റൂല കേട്ടോ. റോഡിന് ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് പറയാൻ വന്നേ ഉള്ളൂ. റോഡേ ഇത് ഞാനാണ്. എനിക്കും പോകാൻ പറ്റുമോ? പക്ഷേ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ഗൈസ്. അവിടെ പോയി മാഞ്ഞുപോയി. ഓക്കെ, നമുക്ക് ഈ മെഡാലിയം കൊണ്ട് അങ്ങ് വെക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഈ 2 മെഡാലിയൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഐസ്ക്രീമിൻ്റെ തലയൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കൊരു റിമോട്ട് വെച്ച് അൺലോക്ക് ചെയ്യണമെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഗൈസ്. നമ്മൾ ഈ കയ്യിലെടുത്തിരിക്കുന്ന ഒരു ഹിൻ്റാണ് ഗൈസ്. ഇത് ഞാൻ എവിടെ ഓക്കെ ഗൈസ്, ഞാൻ ഇത് നമ്മുടെ മ്യൂസിയത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ മുമ്പത്തെ പാർട്സിലൊക്കെ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ ജെ ആയിട്ടാണ് കളിക്കേണ്ടത്. ജെ ആയിട്ടാണ് കളിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ മാറ്റി ആൻറ്റിയുടെ ബാക്കിൽ കൂടെ പയ്യെ പോവാം. ഇങ്ങോട്ട് പോയിട്ട് നമുക്ക് ജെ ആവാം ഗൈസ്. കോൾ ജെ, ഇത് നമുക്കൊരു സൈഡിൽ ഇടാം ഗൈസ്. ഇവിടെ ഈ ഫോട്ടോ അവിടെ ഇടാം. ഓക്കെ, ആരും ഇല്ലല്ലോ ഇവിടെ. ഇതവിടെ ഐസ്ക്രീം മാനൊക്കെ ഉണ്ട്. നമുക്ക് ജെ ആവാം കേസ്. അപ്പം ഞാൻ ജെ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ നമ്മുടെ മ്യൂസിയത്തിലോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. കുറേ വഴിയൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഫോട്ടോ ഞാൻ എവിടെയാണ് കണ്ടത്? എനിക്ക് മറന്നു ഗൈസ്. എന്നാൽ ഞാൻ 2-3 ദിവസമായി ഗൈസ്. മുമ്പത്തെ പാർട്സൊക്കെ മുമ്പത്തെ വീഡിയോസൊക്കെ ഉണ്ട് ഗൈസ്, ചാനലിലുണ്ട്. അതൊന്നും കാണാത്തവർ നേരെ പോയി കാണുക ഗൈസ്. ഓക്കെ, ഇതെന്താണ്? പക്ഷെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഗൈസ്. ഇതല്ലേ ഫോട്ടോ? അല്ല, ഇതാണ് ഗൈസ് ആ ഫോട്ടോ. ഇതിൻ്റെ അടിയിൽ നിന്ന് എന്താണിത്? അടുത്ത ഗ്ലൂവാ? ഇതെവിടെയാണ് നമ്മൾ കണ്ടത്? ഇതെനിക്ക് ഓർമ്മയില്ലല്ലോ. ഇങ്ങനത്തെ ഇതൊക്കെ ഈ പാർട്സൊക്കെ ഇതിലുണ്ടാ ഫോട്ടോ? നമുക്ക് ഇതിൽ പയ്യെ നോക്കി പോവാം ഗൈസ്. ഇതല്ല, ഇവിടെ ഒന്നും പ്രത്യേകിച്ചില്ല ഗൈസ്. മിനി റോഡ് മുടിയാനായിട്ട് വന്നോളും. ഓടോ അങ്ങോട്ട്. ഇവിടെ ഇതല്ല, ഇത് ഇവനെ കണ്ടിട്ടുണ്ടോ ഗൈസ്? അതല്ലേ ഇത്? ആ പയ്യനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇവനാണ് ആ വേസ്റ്റിൻ്റെ അവിടെ കിടന്ന്, വേസ്റ്റിൻ്റെ അവിടെയൊക്കെ ഉള്ളതാണ് ഗൈസ്. ഇവനാണ് ഫസ്റ്റ് അസിസ്റ്റൻ്റ്. ഇതല്ല, ഇതേതാണ്? ഇതെവിടെയുള്ളതാണ്? എനിക്കിത് മറന്നു ഗൈസ്. നമുക്കിതൊന്ന് തപ്പിയെടുക്കാം. ഇത് എവിടെ ഗൈസ്? ഓക്കെ, ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയയുടെ അകത്തായിരുന്നു ഗൈസ്. ഫ്രോസ്റ്റി, അതെന്താണ്? മുട്ടയാ? ഫ്രോസ്റ്റി ഇതെവിടെയാണ് ഞാൻ കണ്ടത്? ഇത് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ബോറസ് ഉണ്ടല്ലോ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുത്തന്നെ അടിച്ച് കൊന്നല്ലോ, ഇതിൽ ഫ്രോസ്റ്റി ഒന്നുണ്ട് ഗൈസ്. പക്ഷേ ഈ സാധനം അല്ല ഈ ഫോട്ടോയെ കാണിച്ചിരിക്കുന്നത്. അവൻ്റെ അവിടെ എവിടെയോ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടല്ലോ, എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ഒന്നും അല്ല. നമുക്കപ്പോൾ അതും കൂടെ ഒന്ന് തപ്പിയെടുക്കാം ഗൈസ്. ഓക്കെ, ഞാൻ വെന്ത് നിന്നപ്പം റോഡ് ബാക്കിൽ നിന്ന് പിടിച്ചടാ. എന്നാൽ പിന്നെ ഇങ്ങനെ പിടിച്ച് കളാൻ. ഇത് ലാസ്റ്റത്തെ ഇതാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ലാസ്റ്റത്തെ ഒരു ഇതാണ് ഗൈസ് ഇത്. അതായത് നമ്മുടെ ലാസ്റ്റത്തെ ലൈഫാണ് ഗൈസ് ഇത്. അത് പ്രശ്നമാവുമല്ലോ. നമുക്ക് നോക്കാം ഗൈസ്. ഇതെവിടെയായിരുന്നു ഗൈസ്? ഗൈസ് നമുക്ക് ആ മ്യൂസിയത്തിൽ ഒന്നും കൂടെ പോവാം ഗൈസ്. ഇവിടെ ആരും ഇല്ലല്ലോ. നമുക്ക് മ്യൂസിയത്തിൽ ഒന്നും കൂടെ പോയി നോക്കാം ഗൈസ്. ഇതല്ലേ ഇത്? ഇതല്ല, ഇതുമല്ലേ? പിന്നെ ഏതാണ്? ഇതാണ്. ഓക്കെ, ഇതാണ് ഗൈസ് ക്രാങ്ക്. ഇതാണപ്പോൾ ആ റോഡിൻ്റെ അച്ഛൻ്റെ ബൈക്കുണ്ടല്ലോ, ഇത് റോഡിൻ്റെ അച്ഛൻ്റെ ബുള്ളറ്റ് ഉണ്ടല്ലോ, അതിലിതാണെന്ന് തോന്നുന്നു ഗൈസ് വെക്കേണ്ടത്. നമുക്കൊന്ന് പോയി നോക്കാം.
ഓക്കെ, ഈ ബൈക്കിലാണോ ഇത്? ആ, ഇതിൽ തന്നെ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് റിമോട്ട് ഉള്ളത് ഗൈസ്. എനിക്കെന്തോ റിമോട്ടാണ് ഓണാക്കേണ്ടതെന്നറിയാം. ഇതിൻ്റെ അകത്തായിരിക്കും അപ്പോൾ അത്. യെസ് ഗൈസ്, ആ റിമോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മെമ്മറീസ്. നെഞ്ചത്ത് കുരിശ് തിരിഞ്ഞിരിക്കുന്നു. ചിവിൽ നിന്ന് ആരെയൊക്കെ കൊന്നു. അതാര്? ആരോ ഡോറിൽ നോക്ക് ചെയ്തെന്ന് പറഞ്ഞ് ഇവലിനുണ്ട് പോയി നോക്കുന്നുണ്ട്. ഓക്കെ, കമ്പ് താഴെ വെച്ചിട്ടുണ്ട്. ഓ, സിസ്റ്റർ ഫിലിപ്പ. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്ററാണ് നമ്മളെ മുമ്പ് ഇവലിനിൽ വാൻ എസ്കേപ്പ് ചെയ്തപ്പോൾ നമ്മൾ ഇവരെ വണ്ടി കയറിയല്ലേ നമ്മൾ എസ്കേപ്പ് ചെയ്ത. ഓക്കെ, ഇവലിനിന്റെ കണ്ണൊക്കെ ചുവന്നിരിക്കുകയാണ്. ഇങ്ങനെയാണ് അപ്പോൾ ഇവരിൽ നിന്ന് ഇവരൊക്കെ സ്ലാവായി നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മെമ്മറീസ്. ബേസിക്കലി റോഡിൻ്റെ അമ്മയാണ് ഇവലിനൻ. അത് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇവൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ ഗൈസ്. നമുക്ക് പയ്യെ അങ്ങോട്ട് പോകാം ഗൈസ്. പിന്നെ നമുക്ക് നമ്മുടെ ഇവിടെ എവിടെയോ ഒരു പാഡ്ലോക്ക്, ഇത് നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. ഇവിടെ എവിടെയോ ഒരു പാഡ്ലോക്ക് ഉണ്ട്. അത് നമുക്ക് തുറക്കാൻ മൈക്കിൻ്റെ സഹായമുണ്ട്. അവ അപ്പോൾ 3-4 സാധനം പറയും. അതിലൊരു സാധനമാണ് ഗൈസ് ഇത്. അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് നേരെ മുകളിൽ പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമുക്കിവിടെ ഇടാം. ഇവിടെ ഇവ ഒന്നും ഉണ്ടാക്കുന്നില്ല ഗൈസ്. നമുക്ക് നമ്മുടെ ചാർലി ആവാം ഗൈസ്. ചാർലി ആയിട്ട് അവിടെ എന്തെങ്കിലും പണി സെറ്റ് ചെയ്യാനുണ്ടോ എന്ന് നോക്കാം നമുക്ക്. അവിടെ ഒന്നും ഇല്ലാന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മൾ പിന്നെ നമ്മുടെ റിമോട്ട് വെച്ചൊരു സാധനം തുറന്നിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നമുക്ക് അതാദ്യം പോയി സെറ്റ് ചെയ്യാം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഓ, നമുക്ക് ആ മാസ്ക് എടുക്കണമല്ലോ നമ്മുടെ റോഡിൻ്റെ. അത് പോയി നമുക്ക് എടുക്കാം ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ മാസ്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ അല്ലല്ലോ, ഇവിടെ പോയിട്ട് അത് ഓണായോ നോക്കാം ഗൈസ്. ഈ ലോക്കർ തുറന്നോ നോക്കാം. ഓക്കെ, നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ ഷുഗറിൽ കൊണ്ടുപോയി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷുഗറിൽ ഇത് ആഡ് ചെയ്യാം. നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 സാധനം ഇപ്പം നശിപ്പിച്ചിട്ടുണ്ട്. ഒരെണ്ണം കൂടെ നമുക്ക് കുളമാക്കാനുണ്ട്. ആദ്യം നമുക്ക് ഇവൻ്റെ അലാറം അടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ജെ ആവാം ഗൈസ്. ജെ ഇതെന്താണ്? ഇവിടെയാണ് നമുക്ക് ജെ ആവുന്നുണ്ട് ഗൈസ് നമ്മൾ. ഓക്കെ, നമ്മൾ ജെ ആയി ഗൈസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഗണ്ണ് എടുത്തിട്ട് ബാക്കി സാധനങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകാം. അതിനു മുമ്പ് നമുക്ക് ഈ പാഡ്ലോക്ക് കീ ഒന്ന് അതിൻ്റെ അടുത്ത് പോയാലേ ഈ മൈക്ക് കണ്ട പ്ലാൻ വരയ്ക്കുള്ളൂ. നമുക്കത് പോയി സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മൾ പാഡ്ലോക്ക് കീയുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്കൊന്ന് ടച്ച് ചെയ്യാം. ഓക്കെ, നമ്മുടെ മൈക്ക് അത് ശരിയാക്കി തരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മൈക്കിൻ്റെ അടുത്തോട്ട് പോകാം. ഇതിൽ കുറേ ഓട്ടം ഉണ്ട്. മതിയായി ഓടി ഇവൻ്റെ പറഞ്ഞുള്ളൂ. അപ്പം തന്നെ അവൻ അതുണ്ടാക്കി നമ്മളെ കയ്യിലോട്ട് വന്ന് പ്ലാൻ വരച്ചേ. ഇതിലൊരു സാധനമാണിത്. നമുക്ക് പിന്നെ ഈ ഫയലും വേണം, ഒരു ടാപ്പും വേണം. ഫയല് നമുക്ക് മിക്കവാറും റോഡിൻ്റെ ടൂൾ ബോക്സിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ടാപ്പ് അത് നമുക്കിവിടെ ഈ 2 ഓഫീസിലും എവിടെയെങ്കിലുമൊക്കെ നോക്കിയാൽ മതി, കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റോഡിൻ്റെ ഗരേജിലോട്ട് പോവാം. നമുക്ക് ഗണ്ണിപ്പോൾ കയ്യിലുണ്ട് കേസ്. റോഡ് വന്നാൽ നമുക്ക് 2 വെടി കൊടുക്കാം. ഏത് കൂടി? ഓക്കെ, എടാ 2 വെടി വെച്ചിട്ടൊന്നും പറ്റിയില്ലടാ. എടാ, മൈക്കിൻ്റെ ഗണ്ണ് വെറും ഉടായ്പാണ്. റോഡിൻ്റെ തലയ്ക്കൊന്ന് കൊടുക്കാം. തലയ്ക്കൊരടി കൊടുത്തിട്ടുണ്ട്. ഈ ടൂൾ ബോക്സ് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, റോഡ് വരാൻ മുമ്പ് ഇതൊന്ന് സെർച്ചായി കഴിഞ്ഞാൽ മതിയായിരുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്തൊന്നും ഇല്ലയെന്ന്. ജീവൻ പണയം വെച്ച് നോക്കിയിട്ട് അതിൻ്റെ അകത്തൊന്നും ഇല്ലയെന്ന് ഗൈസ്. നമുക്കപ്പോൾ അപ്പുറത്തൊരു ഫയൽ എവിടെയെങ്കിലും, അതായത് ഇവിടെ എവിടെയെങ്കിലും ഒരു ടൂൾ ബോക്സ് ഉണ്ട് ഗൈസ്. അതിൻ്റെ അകത്തും കൂടെ നോക്കാം. എടുത്ത് ഇങ്ങനെ തലക്കറി. അമ്മേ, അയ്യോ കൊല്ലല്ലേ റോഡണ്ണ. അപ്പോൾ എന്താണ് ഫയൽ? ബോക്സോടെ
ഇവർ വരാൻ മുമ്പ് പെട്ടെന്ന് ബോക്സ് തപ്പിയിട്. ഇവിടെ ബോക്സ് ഒന്നും ഇല്ല, ഒരു ബോക്സേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ബോക്സ് ഇല്ല ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. റോഡിൻ്റെ മുകളിലോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഇത് പെട്ടെന്ന് സെർച്ച് ചെയ്യാം. എനിക്ക് റോഡ് താഴെ ഇറങ്ങിയെന്ന് തോന്നുന്നു. ഗൈസ് അവൻ താഴെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫയലും കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ മുകളിലോട്ട് പോവാം. നേരെ നമ്മുടെ കൺട്രോൾ റൂം. അമ്മേ മുടിയാനായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അവനും വന്നു. ഓക്കെ, ഫയലും കൊണ്ട് ഇവനെ എടുക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് ജെ ആവാം ഗൈസ്. ജെ ആയിട്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. നമുക്ക് ആരെങ്കിലും അവിടെ കൊണ്ട് അലാറം അടുപ്പിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് വരാം. അത്രേ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ജെ ആയിട്ടുണ്ട്. ജെ അല്ലല്ലോ, ചാർലി ആയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ആരും ഇല്ല. ഇവിടെ എപ്പോഴും ആവശ്യമുള്ള നേരം ഒരുത്തനെയും കാണൂല ഗൈസ്. നേരത്തെ ഒരു ക്ലീനർ പയ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ പയ്യെ നടന്ന് വരണേ ഉള്ളൂ. ഇങ്ങോട്ട് വരുമോ? വാതിലടച്ചോണ്ട് പോയിട്ട് മാറണം. ഓക്കെ, അലാറം അടിച്ചിട്ടുണ്ട്. ഇപ്പം മിക്കവാറും നമ്മുടെ ഐസ്ക്രീം ഇങ്ങോട്ട് ഓടി വരും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ടാപ്പ് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് നേരെ നമ്മുടെ ടാപ്പിൻ്റെ അടുത്തോട്ട് പോവാം. പക്ഷേ ഇവിടുത്തെ ഓഫീസിലില്ല. നമുക്ക് ഇതിൻ്റെ അകത്തും കൂടെ നോക്കാം. എന്താണ് അവിടെ ഒരു മുട്ട? ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ടാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് നേരെ മൈക്കിന് കൊടുക്കാം. അപ്പം നമുക്ക് എന്തോ പാഡ്ലോക്ക് പോലത്തെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി തരുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് പാഡ്ലോക്ക് തുറക്കാം. പാഡ്ലോക്ക് കീ, പാഡ്ലോക്ക് ഉപയോഗിക്കേണ്ട ഡോർ നമുക്ക് തുറക്കാം. എന്താണിത്? ലോക്ക് പിക്ക്. നമുക്ക് ലോക്ക് പിക്കാണ് നമ്മുടെ മൈക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. നമുക്ക് നേരെ താഴോട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മൾക്ക് നമ്മുടെ പാഡ്ലോക്ക് നമ്മളിങ്ങനെ തുറക്കുന്നുണ്ട്. പെട്ടെന്ന് തുറക്കാം അങ്ങോട്ട്. ഇതെന്താ ഇത്ര സമയം? പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ബ്രേക്കറും കൂടെ തുറക്കണം, ഓണാക്കണം ഗൈസ്, ബ്രേക്കർ. ഓക്കെ ഗൈസ്, അപ്പം മ്യൂസിക് ഇത്തിരി ഹാർഡാവുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചാർലി ആവാം ഗൈസ്. അതാണ് നമുക്ക് നല്ലത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ചാർലി ആയിട്ട് കാണാം. ഓക്കെ, അപ്പം ഞാൻ ചാർലി ആയിട്ടുണ്ട്. ഇതെന്താണ് രണ്ടുപേരും കൂടെ? ചുമ്മാ അല്ല നമ്മുടെ റോഡെണ്ണ ഇങ്ങോട്ട് വരാത്തത്, റോബോട്ടാണ് എണ്ണ അത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഇടയിൽ പോയി പണി ഒപ്പിക്കാം ഗൈസ്. ഇവർ രണ്ടുപേരും അവിടെ സ്റ്റക്കായിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ പണിയായിരിക്കുകയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് പോയി നമ്മുടെ പാൻട്രിയിൽ തുറക്കാൻ പറ്റാത്ത റൂമുണ്ടല്ലോ. ഇപ്പം അലാറം അടിച്ചെങ്കിൽ ഇതാണ് ഗൈസ് അത്. ഇതിൻ്റെ എഗ്ഗ് എല്ലാം നമുക്ക് തുറന്ന് നോക്കാം. ഇവിടെ കുറേ ബോക്സ് ഉണ്ട് കേട്ടോ. എൻ്റെ മോനെ എന്താ ഗൈസ്, അവിടെ ബോക്സ് ഇരിക്കുകയാണ്. ഒന്നുമില്ലടാ ഇതിൻ്റെ അകത്തൊന്നും. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ്പയർ ആയ എഗ്ഗ് കിട്ടിയിട്ടുണ്ട് ഗൈസ്, നമ്മുടെ ചീമുട്ട. ഓക്കെ, ഇതുകൊണ്ട് നമുക്ക് അവിടെ എഗ്ഗ് ഞാൻ ഇത്തിരി മുമ്പ് കണ്ടു ഗൈസ്. നമുക്ക് അവിടെ കൊണ്ട് മിക്സ് ചെയ്യാം. എങ്കിൽ നമ്മുടെ ഐസ്ക്രീം മൊത്തത്തിൽ കൊളാവുമോ എന്നാണ് എൻ്റെ ഒരു ഇത്. ഇവൻ കണ്ട ഗൈസ്, ഇപ്പം അവിടെ വന്ന് നിൽക്കുന്നു പയ്യൻ. ഓക്കെ, നമ്മുടെ മുട്ട നമുക്ക് ഗൈസ് ആമേനെ പോലെ ഇരിക്കുന്നു കുറച്ചൊക്കെ. ഓക്കെ, പോയാ അവർ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, എന്നിട്ട് നമുക്ക് നമ്മുടെ കൺട്രോൾ റൂമിൽ പോയി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ മാറ്റി ആൻറ്റി ചത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ചത്തിട്ടല്ല ഗൈസ്, നേരത്തെ ഞാൻ ഇതിൽ കണ്ടായിരുന്നു ഗൈസ്. കാരണം എന്തെങ്കിലും ടെസ്റ്ററാണല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഫുഡ് അത് ടെസ്റ്റ് ചെയ്ത സാധനം അത്ര കൊള്ളൂല്ലെങ്കിൽ നമ്മുടെ മാറ്റി കുറച്ച് നേരത്തേക്ക് അൺകോൺഷ്യസ് ആവുമെന്ന്. റോബോട്ടാണല്ലോ ഗൈസ്. അപ്പോൾ നമ്മളിത് തുറന്നിട്ട് നമുക്കിവിടെ ഒരു കേക്ക് ഉണ്ട് ഗൈസ്. നമുക്ക് ഇതും വെച്ചിട്ട് റോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ റോഡ് വരട്ടെ. റോഡിന് ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. റോഡേ വന്ന് ഇവിടെ ഒരു കേക്ക് വെച്ചിട്ടുണ്ട്, ഇതിൽ വന്ന് വീടേ. ഓക്കെ, നമ്മുടെ ചാർലി ഇവിടെ എത്തിയിട്ടുണ്ട്. ചാർലി തലയൊക്കെ കുത്തി വീണ്. ഓക്കെ, അവരെല്ലാവരും ഒരുമിച്ചായെന്ന് പറഞ്ഞാൽ അവർ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, മൈക്കും ജെയും പറയാണ് അവർ ലിസ്റ്റിനെ കണ്ടുപിടിക്കട്ടെന്ന്. ചാർലി പറയാണ് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടെന്ന്. ഇവെന്തോ അവിടെ എന്താ ചെയ്യുന്നു? അവൻ പ്ലെയിൻ ഒട്ടിച്ച് കളിക്കണ ഗൈസ്. ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സാധനം ഇവിടെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബായ്.